എന്റെ അമ്മ നാളെല്ലാം വരുന്നില്ലേ? അയ്യോ ഞാനില്ല, എന്റെ കുയിലിന്റെ രാഗമൊന്നുമല്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇന്നലെ ഇവിടെ ഇരുന്ന് നാമം ജപിക്കുമ്പോ അവിടെ ചിലതൊക്കെ പറഞ്ഞിരുന്നു. അമ്മ എനിക്ക് ഗുളികയുടെ കളറൊന്ന് പൊട്ടിട്ട് വരും. രാവിലെ നീല പച്ച മഞ്ഞ പറഞ്ഞിട്ട് എത്ര കാലമാണോ? ആരാ ബാത്റൂമില്ല ലൈറ്റ് ഓഫ് ആക്കാതെ പോന്നേ? ആരായാലും എന്തോ അമ്മ, അമ്മക്ക് അതൊന്നും ഓഫാക്കിക്കൂടെ? ജാനകിയമ്മ, നിങ്ങളെ കാണാൻ താഴെ ആരും വന്നിട്ടില്ല. എന്നെ കാണാനോ? അപ്പൊ മരുന്ന് വിളിച്ചു പറഞ്ഞിട്ടായിരിക്കും. ഏയ്, ഇത് വേറെ ആരാണ്? പെൻഷന്റെ ആളായിരിക്കും. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന്, എന്നാൽ അമ്മ എന്നോട് ക്ഷമിക്കില്ലേ? മകനാണോ? മോന് ഇടയ്ക്കൊക്കെ ടിവിയിലും പത്രത്തിലൊക്കെ കാണാറുണ്ടല്ലോ. ജാനകിയമ്മയുടെ മകനാന്ന് അറിഞ്ഞില്ല കേട്ടോ. നിങ്ങളൊക്കെ വലിയവരല്ലേ, നിങ്ങളെ കാണാൻ താല്പര്യപ്പെട്ടു. എന്റെ മോനെ, നിങ്ങളെയും കൊച്ചുമക്കളെയും കാണാൻ കണ്ണ് പൊരിഞ്ഞാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കാണാൻ തോന്നിയില്ലോ? എല്ലാ മക്കളെ കൊണ്ടുവന്നില്ലേ? ഇല്ല, അവര് സ്കൂളിൽ പോയിരിക്കാം. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടാ നമുക്ക് ഉപേക്ഷിച്ചിട്ട് അവർക്കൊക്കെ കൊടുത്തോളൂ. മറ്റുള്ളവരുടെ കാര്യം കൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിക്കും. എന്തോ പണി കൊടുക്കാനുള്ള വരവാ മക്കളെ, ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം. എന്റെ അമ്മോ, അമ്മ ഞങ്ങളുടെ കൂടെ വരണം. അമ്മ വരില്ലേ? ഓട്ടന്മാരുടേത് നമുക്ക് ഓർമ്മയുണ്ട് പോലെ. നിന്റെ അച്ഛൻ മരിക്കുമ്പോ അന്ന് നീ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കൈക്കുഞ്ഞായി നിന്നെ കൊണ്ട് ഞാൻ ലോകം മുഴുവൻ ചുറ്റി നടന്നു. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് എന്നെ കൈ നിലയ്ക്ക് എത്തിച്ചത്. അതൊക്കെ എങ്ങനെ എന്നെ മറക്കാൻ കഴിഞ്ഞു? അമ്മേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? അമ്മ എന്തായാലും ഞങ്ങൾക്കൊപ്പം വരണം. ഒരുപാട് ആശിച്ചിട്ടുണ്ട് മക്കളെ ഞാൻ ഈ വാക്കൊന്ന് കേൾക്കാൻ. ഞാനിവിടെ വന്ന ശേഷം മാസം മാസം കിട്ടുന്ന പെൻഷൻ പൈസ കൂട്ടി വെച്ചിട്ട് എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി ആ വീടിൻ്റെ പടിക്കൽ വന്ന് നിൽക്കുമ്പോൾ എന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഒന്ന് എന്നെ നോക്കാനെങ്കിലും തോന്നണേന്ന്. അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ലല്ലോ. നിങ്ങളെ കാട്ടുകൊപ്പ് കഴിച്ചിട്ടാണെങ്കിലും നിങ്ങളൊക്കെ എന്നും കാണാനും എൻ്റെ പേരക്കുട്ടികളെ ചേർത്ത് പിടിച്ചുടങ്ങാനും ഞാൻ ഒരുപാട് ആശിച്ചിട്ടുണ്ട് മക്കളെ.
ഏൽപ്പിക്കാൻ മാത്രം ആരും വന്നില്ല മക്കളെ. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് എണീക്കാനും നടക്കാനും പഠിച്ചു. ഞാൻ മരിച്ചു മണ്ണടിഞ്ഞ പോലും എന്നെ കാണാൻ നിങ്ങൾ വന്നേക്കരുത്. എന്റെ ബോഡി ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും പറയാതെ പോവാണോ? അമ്മേ, എനിക്ക് ഈയിടെയായിട്ട് അസുഖം കൂടിയിരിക്കുക. മരുന്ന് കഴിച്ചാലൊന്നും മാറത്തില്ലെന്നാ പറയുന്നത്. വൃക്ക മാറ്റി വെക്കണോ അത്രേ. അമ്മേ, നേരത്തെ അസുഖം കൂടിയിരുന്ന സമയത്ത് അമ്മയുടെ എൻ്റെയും വൃക്ക മാച്ചാന്ന് പറഞ്ഞിരുന്നില്ലേ? അമ്മേ, എനിക്കെൻ്റെ മക്കളുടെയും ഭർത്താവിൻ്റെയും കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. എനിക്കവരെ പിരിയുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മേ, ഞങ്ങളെ കൈവിടരുത്. ജാനകിയമ്മേ, നിങ്ങളെന്താ ഈ ചെയ്യണേ? ഈ അവസ്ഥയിൽ നിങ്ങളെ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാലേ നിങ്ങളുടെ മക്കളും അവരുടെ കാര്യം കഴിഞ്ഞ തൂക്കി പുറത്തേക്ക് എറിയൂട്ടോ. ഉള്ളതെല്ലാം എഴുതി വാങ്ങിയ മക്കളല്ലേ, അത് വിറ്റിട്ട് അവരെന്താൾക്ക് ചെയ്യട്ടെ. അമ്മ ഒരിക്കൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയണമെന്നില്ലേ? എത്ര അപേക്ഷകളാ വന്ന് കിടക്കണേന്ന് അറിയോ? ഇവിടെ സ്ഥലമില്ലാത്ത കുറവേ ഉള്ളൂ. ഇത് നിങ്ങൾ എന്തിനാ പോകുന്നത്? അമ്മ പോകാൻ തന്നെ തീരുമാനിച്ചൂലേ? എന്റെ മക്കൾ എന്റെ ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞപ്പോ എവിടേക്കെന്ന് അറിയണ്ട ബാഗ് എടുത്ത് ഞാൻ പടിയിറങ്ങുമ്പോ എന്റെ കണ്ണിൽ ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഞാൻ ഇവിടം വരെ എത്തിയില്ലേ? ശരിയാണ്, അന്നത്തെ പ്രായമാണ് ഇപ്പോ. ഉഴുവരിച്ച് തെരുവിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മക്കള് കഷ്ടപ്പെടരുത്. അതിന് നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ അമ്മേ? ഓൾറെഡി ഒരു കിഡ്നി നിങ്ങളുടെ പോയി കിടക്കുകയാണ്. ഇതുപോലൊരു ഓപ്പറേഷൻ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്താ മരിക്കാൻ തീരുമാനിച്ചോ? ദയവ് ചെയ്തിട്ട് എന്റെ മക്കളോട് പറയരുത്. അവർക്കത് അറിഞ്ഞ വിഷമമുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഓപ്പറേഷൻ ആകുമ്പോ ഡോക്ടർ എല്ലാ വിവരങ്ങളും പറയും. അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് കുറച്ച് ദിവസമെങ്കിലും ഞാൻ എന്റെ മക്കളുടെ കൂടെ സന്തോഷമായിട്ടൊന്ന് ജീവിച്ചോട്ടെ. അമ്മേ, നമുക്ക് പോകാം. അമ്മ എന്നെ വെറുക്കരുത്. നിങ്ങളെ വെറുക്കാൻ ഇവർക്ക് പറ്റുമോ? ഇവര് ജീവിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകളിലല്ലേ? ഒരുപക്ഷെ ഇവരുടെ ഭാഗത്തും പല തെറ്റുകളും ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും തന്നെ ഇവരെ ഇവിടെ എത്തിക്കുന്നതിനുള്ള കാരണം. ഞാൻ ചില തീരുമാനം എടുത്തിട്ടുണ്ട്.
ഇത് ഒരമ്മയുടെ കഥയല്ല, ഒരു ജന്മം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിയൊലിച്ച് പാതി വഴിയിൽ ഒറ്റപ്പെട്ടു പോയ 1000 വൃദ്ധജന്മങ്ങളുടെ കഥയാണ്. ഇവിടെ പെരുകേണ്ടത് വൃദ്ധസദനങ്ങളല്ല, താങ്ങാവുന്ന തണലാവുന്ന കൈകളാണ്. അതിൽ ആദ്യത്തെ കൈ നമ്മുടേതാവട്ടെ.